കവിതാസെ ഇൻ ആശയവാലി പങ്ക്തിയാം. കവിതയിൽ ആശയം വരുന്ന വരികൾ എടുത്ത് എഴുതാൻ വേണ്ടി നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ധൂപ് സേ സിൽനെ പർ ഛായായെ ബിഗർ ഗയി. ഈ അർത്ഥം വരുന്ന വരിയാണ് എഴുതേണ്ടത്. ധൂപ് സിലീത്തോ ബിഗർ ഗയി കതരൻ കതരൻ ഛായായേം. അതാണ് ഈ അർത്ഥം വരുന്ന വരിയായിട്ട് വരുന്നത്. കണ്ടോ, ധൂപ് സേ സിൽനെ സേ ഛായായേം ബിഗർ ഗയി എന്നതിൻ്റെ വരികൾ ഏതാണ്? ധൂപ് സിലീത്തോ ബിഗർ ഗയി കതരൻ കതരൻ ഛായായേം. അതുപോലെ തന്നെ പേടിനെ രംഗ് ഓർ സുഗന്ധ് കി സിലായി കി എന്നർത്ഥം വരുന്നത് രംഗ് മഹക് കി ഹുയി സിലായി. അത്രയും എഴുതിയാൽ പേടിനെ രംഗ് ഓർ സുഗന്ധ് കി സിലായി കി എന്ന അർത്ഥം വരുന്ന വരിയായി. മനസ്സിലായോ? രംഗ് മഹക് കി ഹുയി സിലായി. അടുത്തത് പേടിനെ മിട്ടി രംഗ് ഹവ और पानी को तराश के जोड़ा है. മിട്ടി രംഗ് ഹവ പാനി കോ ജോഡാ ദിയ തരാശ്. ഇതാണ് വരി. മനസ്സിലായോ? ഇനി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ആ കവിതയുടെ വരികൾ തന്നിട്ടുണ്ടായിരിക്കും. ആ വരിയും അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള ആശയവും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നോക്കുക. സാമ്യത്തിനനുസരിച്ചുള്ള വരികൾ നോക്കി എഴുതുക. ഇവിടെ തരാശിക്കേ ജോഡ, ഇവിടെ തരാശ് എന്നുണ്ട്. അതുപോലെ തന്നെ മിട്ടി രംഗ് ഹവാ പാനി, മിട്ടി രംഗ് ഹവാ പാനി. കണ്ടോ, അതൊക്കെ നമ്മുടെ ആശയത്തിലും വരുന്നുണ്ട്. ആശയത്തിൽ വരുന്ന അതേ കാര്യം തന്നെ വരികളിലും വരുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിലും നോക്കിയിട്ട് എഴുതുക. ഇനി അടുത്തത് നോക്കാം. പേടിനെ പ്രത്യേക ഫലമേ അപ്പനാ സ്വാദ് വരാഹേ, ആമുമേ ആമുക്കാ സ്വാദ് സിലേഹേ. ഇവിടെ സ്വാദ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഈ തന്നിരിക്കുന്ന ആശയത്തിൽ എന്തുണ്ട്? സ്വാദ് എന്നുണ്ട്. തന്നിരിക്കുന്ന അതിൻ്റെ അതേ അർത്ഥം വരുന്ന വരിയും എന്താണുള്ളത്? സ്വാദ് എന്നുണ്ട്. അത്രയാണ് അതിനൊരു സാമ്യം കാണുന്നത്. ആമുമേ ആമുക്കേ സ്വാദ് സിലേഹേ ജാമൂൻമേ ജാമൂനിക്കേ. മനസ്സിലായോ? അപ്പം ഇത്രയും ഈ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഈ കവിതയിൽ നിന്നും 2 മാർക്കിന് വരികൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ ചോദ്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. ഈ 4 എണ്ണം നിർബന്ധമായിട്ട് പഠിക്കുക. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക.